ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേലും ആര്യനും തമ്മിൽ. ജിസേൽ ആര്യനോട് പറയുകയാണ്, നമ്മൾ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് പുറത്തു പോയിട്ട് ഇതേ രീതിയിൽ നല്ല ബോണ്ടിങ്ങിൽ തുടരാനാണ് അനുമോൾ എന്നോട് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട, നീ നന്നായി ഗെയിം കളിക്കുന്നു, അതേപോലെ തന്നെ എന്നോട് നിനക്ക് അത്രയ്ക്കും ഫ്രണ്ട്ഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ചെയ്യാനാണ് അനുമോൾ പറഞ്ഞത്. അപ്പോൾ ആരും പറയുന്നുണ്ട്, അനുമോൾ ആരാണ് ഇതൊക്കെ നിന്നോട് പറയാൻ? അനുമോൾ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരുമ്പോൾ നീ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് പോവാൻ പറയണം. നീ അതൊന്നും മൈൻഡ് ആക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളിവിടെ ഗെയിം കളിക്കുമ്പോൾ നമുക്കിവിടെ ഒരു കെയർ വരും, ഒരു ഫാമിലി, ഒരു ലവ്, അതെല്ലാം വരുമല്ലോ എന്ന് ജിസേൽ ചോദിക്കേണ്ടത്. അത് തന്നെയാണ്. അവൾ ഫേക്കാണ്. അവൾ ഫേക്ക് ആയതുകൊണ്ടാണ് അവൾക്കൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഗുഡ് ഫ്രണ്ടോ അങ്ങനെ ആരും തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇല്ലാത്തത്. അതുകൊണ്ടുള്ള അസൂയയും കൊണ്ടാണ് അവൾ നിന്നോട് ഓരോന്നിങ്ങനെ പറയുന്നത്. അവളൊരു പ്ലാസ്റ്റിക്കാണ്. അവൾക്ക് ഫീലിങ്സോ അങ്ങനത്തെ ഒരു കാര്യം തന്നെ ഇല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് അത്രയും ബോണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അവൾ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഞാനെന്നാൽ പിന്നെ നിന്നോട് പിണങ്ങിയിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്ന് അവളെ പോലെ ഓരോ ക്യാമറയെ നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് മതിയൊന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേലിനോട് ആര്യം പറയുന്നുണ്ട്, നീ നോമിനേറ്റ് ചെയ്യുന്നത് വേറെ ആളെ, ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് വേറെ ആളെ. നമ്മൾ ഒരുമിച്ച് കിടക്കുന്നു, നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, അത്ര കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? അല്ലാത്ത സമയത്ത് നമ്മളിവിടെ വന്ന് ടാസ്ക് വരുമ്പോൾ ടാസ്ക് ആയിട്ട് കളിക്കുന്നു. അല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഫാമിലി ഫുള്ള് എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. അവളോട് പോയി പടി നോക്കാൻ പറ. അവളോട് നീ അധികം ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അവൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണെന്ന് ആര്യൻ ജിസേലിനോട് പറയുന്നുണ്ട്.